അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുപോലെ ഒരു ചെറിയൊരു മിക്സി ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇടുക, എന്നിട്ട് അത് രണ്ടായിട്ട് മുറിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ 2 പീസ് വേണം. അപ്പോൾ അതിനുശേഷം കാർബോർഡിൻ്റെ സെൻറ്റർ കൂടെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തൊരു 9 വോൾട്ട് ബാറ്ററി എടുക്കുക. ബാറ്ററി എടുക്കുമ്പോൾ നോക്കണം ചാർജ് ഇല്ലാത്ത ബാറ്ററി മാത്രം എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതൊരു പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മെറ്റലിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം മതി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുവാണെങ്കിൽ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചെറിയ മെറ്റൽ കഷ്ണം ബാറ്ററി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ബെൻഡ് ചെയ്തിട്ട് ഒരു ബ്ലേഡിൻ്റെ ഷേപ്പിലേക്ക് ആക്കാം. അതിനുശേഷം നമുക്ക് ഇനി വേണ്ട ഒരു സ്വിച്ചാണ്. അപ്പം നമുക്ക് സ്വിച്ചിലേക്ക് വേണ്ട 2 വയർ സോൾഡർ നിർത്താം. അപ്പോൾ സോൾഡർ ചെയ്തിട്ട് ബാക്കി വരുന്ന വയറൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കാർബോർഡിൻ്റെ സെൻറ്റർ ഇട്ടിട്ട് ഹോൾഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഹോൾഡ് ശേഷം നേരത്തെ സോൾഡർ ചെയ്ത സ്വിച്ചിൻ്റെ വയർ ആ ഹോൾഡറിൽ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 വോൾട്ട് ബാറ്ററി ഇറക്കിയ ഒരു മോട്ടർ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച സ്വിച്ചിൻ്റെ ഒരു വയർ എടുത്തിട്ട് മോട്ടറിനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേറൊരു കാർബോർഡിൻ്റെ പീസ് എടുക്കുക. അതിനുശേഷം നമുക്ക് 9 വോൾട്ട് ബാറ്ററിൻ്റെ കണക്ടർ കാർബോർഡിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു. അതിനുശേഷം 9 വോൾട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് വയർ മോട്ടറിലേക്കും അതിൻ്റെ പോസിറ്റീവ് വയർ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേറൊരു കാർബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മോട്ടർ കാർബോർഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പയ്യ പെന്നിൻ്റെ മഷീൻ കഴിഞ്ഞ് ലീഫ് എടുക്കുക. എന്നിട്ട് അത് സെൻറ്ററായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പെൻ്റെ വെച്ച മിക്സിൻ്റെ ബ്ലേഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആണിയൊക്കെ അടിച്ചിട്ട് ചെറിയൊരു ഹോൾഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ലീഫ്റ്ററും ബ്ലേഡും തമ്മിലൊന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ബാക്കി വരുന്ന കാർബണിൻ്റെ പീസൊക്കെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ടൈമിനോട് നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കുക. അതിനുശേഷം ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലായിട്ട് കാർബോർഡ് പീസ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മേലത്തെ ഭാഗം ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കാർബോർഡിൻ്റെ പീസ് എടുത്തിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ കാർബോർഡിൻ്റെ പീസിൽ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇടണം. അപ്പോൾ നമുക്ക് ആ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കണക്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതേപോലെ ഒരു ചെറിയ ക്യാപ്പ് എടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ഹോളിൻ്റെ കാർബോർഡ് പീസും ക്യാപ്പും കൂടി തമ്മിൽ ഗ്ലൂ ഗൺ വെച്ച് നരമ്പോൾ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആ ലീഫ്റ്റർ മോട്ടറായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ആ ലീഫ്റ്റർ നല്ലപോലെ കണക്ട് ചെയ്ത ശേഷം നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് കാർബോർഡ് തിരിച്ചൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ സംഭവം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വീഡിയോക്ക് ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.